ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടിപൊളി പുഡിംഗ് അല്ലെങ്കിൽ ഡെസേർട്ട് എന്ന് വേണ്ടിക്ക് പറയാം സേമിയ ഗുലാബ് ജാമുൻ പുഡിംഗ് എന്ന് പറയാം കേട്ടോ. പക്ഷേ നമ്മളിതിൽ ചൈന ക്രസോ ജലാറ്റിനോ അങ്ങനത്തെ ഒരു ഐറ്റംസും യൂസ് ചെയ്യുന്നില്ല. എന്നാലൊരു പായസവും അല്ല, ഒരു ഡെസേർട്ടായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഐറ്റമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഇത് വ്ളോഗിൽ നിങ്ങൾ കണ്ടപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അതിൻ്റെ റെസിപ്പി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കുള്ളൊരു സേമിയ കസ്റ്റാർഡ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 6 kg നെയ്യാണ് എടുത്തിട്ടുള്ളത്. 6 kg മിൽമ നെയ്യൊക്കെ എടുക്കാം. പിന്നെ നമുക്ക് എണ്ണയൊക്കെ ചൂടായ സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കണം, വെർമിസെലി. അപ്പോൾ സേമിയ എൻ്റെ കയ്യിൽ ഇപ്പോൾ നല്ല നേരിയ സേമിയ ഉള്ളതുകൊണ്ട് അതാണ് എടുത്തിട്ടുള്ളത്. അതാണ് ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ. പിന്നെ കട്ടിയുള്ള സേമിയ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഞാനിപ്പോൾ വറുത്ത സേമിയം തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നാലും നമ്മുടെ വകയൊന്ന് വറുത്ത് കൊടുക്കുക കേട്ടോ. വറുത്തതാണെങ്കിലും വറുക്കാതായാലും ഇതുപോലൊന്ന് നല്ലപോലെ നെയ്യിലൊന്ന് വറുത്തെടുത്താൽ അതിനനുസരിച്ച് ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതുപോലെ നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ചെറിയ രീതിക്കൊന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ സേമിയൊക്കെ ഇതുപോലെ ആയതിനു ശേഷം ഞാൻ ഇതിലേക്കൊരു 2.5 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സേമിയ നമ്മൾ ഒരുപാട് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് പാലിൻ്റെ അളവും കൂട്ടണേ. കാരണം എന്താണെന്ന് വെച്ചാൽ സേമിയ കുറച്ചൊന്ന് കൂടിക്കഴിഞ്ഞാൽ തന്നെ അറിയാമല്ലോ, ഭയങ്കര തിക്കായിട്ട് പോകും. നമ്മുടെ പായസമൊക്കെ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതല്ലേ. അപ്പോൾ ഇതുപോലെ ഈ ഒരു കപ്പ്, ഞാൻ ഇപ്പോൾ 1/4 കപ്പല്ലേ എടുത്തിട്ടുള്ളത്, അതിന് ഈ ഒരു 2.5 കപ്പ് അളവ് കറക്റ്റ് അളവാണ് കേട്ടോ. അങ്ങനെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 3-4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സിൽ ഒരുപാട് മധുരം ചേർക്കണ്ട കേട്ടോ. ഇതിപ്പോൾ എൻ്റെത് ലൈറ്റ് മധുരമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഗുലാബ് ജാമുനും കൂട്ടിയിട്ടല്ലേ ലാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഗുലാബ് ജാമുനിൽ അത്യാവശ്യം മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളെ മധുരം നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പാലൊക്കെ ഒന്ന് നല്ലപോലെ തിളച്ച് സേമിയൊക്കെ ഒന്ന് വെന്ത് സെറ്റ് ആവട്ടെ കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാവും, ഒരുപാട് ടൈമൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ സേമിയ അവിടെ നിന്ന് വെന്ത് വരട്ടെ. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്കുള്ളൊരു ചെറിയൊരു കസ്റ്റാർഡ് മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നിറയെ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം അളവ് തന്നെ 1.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ പാലും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സായി കിട്ടാനുള്ള പാലും കൂടി ചേർത്തിട്ട് നല്ലപോലെ കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പാല് ചൂടാക്കിയിട്ടുള്ളതൊന്നുമല്ല കേട്ടോ, ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത തണുത്ത പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ നല്ലൊരു വാനില ഫ്ലേവറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കസ്റ്റാർഡ് മിക്സ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ സേമിയം കണ്ടില്ലേ, ഇവിടുന്ന് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. സേമിയ വേവാന്ന് പറയുമ്പോൾ അങ്ങനെ ഓവർ ഉടയുന്ന രീതിക്ക് വേവിക്കണ്ട കേട്ടോ, ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഫ്ലെയിം നല്ലപോലെ കുറച്ചിട്ട് നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കസ്റ്റാർഡ് മിക്സ് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിമിൻ്റെ കാര്യം കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ടൈം തന്നെ പെട്ടെന്ന് തിക്കായി വരും കേട്ടോ ഇത്. അപ്പോൾ കസ്റ്റാർഡിന് വേവേണ്ട ടൈമല്ലേ വേണ്ടുള്ളൂ, ഒരുപാട് ടൈമൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ വെന്തോളും. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുക്കണേ, കസ്റ്റാർഡ് ഒഴിച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട്. അങ്ങനെ നമ്മുടെ കസ്റ്റാർഡ് സേമിയ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഏതിലാണ് പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഒരു ട്രേ എടുക്കുക കേട്ടോ. ഇങ്ങനത്തെ ട്രേ തന്നെ വേണമെന്നൊന്നുമില്ല, സ്റ്റീൽ പ്ലേറ്റ് ആയാലും മതി. എന്നിട്ട് നമുക്ക് ഉടനെ തന്നെ ചൂടോടെ തന്നെ ഈ ഒരു ട്രേയിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് സേമിയ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ ഒരു തിക്നെസ്സിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മളിതിനിപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് കഴിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് തിക്നെസ് ആയിട്ട് കിട്ടും, സെറ്റ് കുടിക്കാൻ പാകത്തിന് സെറ്റായിട്ട് കിട്ടിക്കോളും. അഥവാ നിങ്ങളെ കയ്യിൽ നിന്ന് ഓവർ കസ്റ്റാർഡ് പൗഡറൊക്കെ കൂടിപ്പോയി കുറുകിപ്പോയി ടൈറ്റായി പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പാലൊഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഓവർ ടൈറ്റായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഇത് നല്ലപോലെ പുറമേ വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം ചൂടൊക്കെ പോയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂറൊക്കെ നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ സേമിയ കസ്റ്റാർഡൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാനിതിപ്പോൾ റാപ്പൊക്കെ ചെയ്തിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇളക്കിയിട്ട് കാണിച്ചു തരാം. കണ്ടില്ല, നേരത്തേക്കാളും നല്ല തിക്കായിട്ട് വന്നില്ല. ഇതാണ് കേട്ടോ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മളിതിൽ ഗുലാബ് ജാമുൻ ഇടുന്ന സമയത്ത് അങ്ങനെ ഉള്ളിൽ പോയി അടിഞ്ഞ് നിൽക്കും, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമേ ഇടുന്നുള്ളൂ, നിങ്ങൾക്ക് ബദാം പിസ്ത അങ്ങനത്തെ ഒക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് കേട്ടോ, അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഗുലാബ് ജാമുൻ. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് എടുക്കുക, അല്ലെങ്കിൽ വീട്ടിൽ ചെയ്താണ്, അങ്ങനെയായാലും ഏതായാലും എടുക്കുക, കുഴപ്പമൊന്നുമില്ല.
ഞാനിതിപ്പോൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ഇട്ടത് കൊണ്ടാണ് കേട്ടോ ഇതിൽ കാണിക്കാതിരുന്നത്. എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ എത്രത്തോളം വേണം അതിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കുക. ഈ ഒരു ഗുലാബ് ജാമുനും കൂട്ടി കഴിക്കുമ്പോൾ കേട്ടോ ഭയങ്കര ടേസ്റ്റുള്ള പുഡിങ്ങാണ് ഇത്. വെറുതെ പറയല്ലോ, ഒരു തവണയെങ്കിലും ലൈഫിൽ നിങ്ങൾ ഉണ്ടാക്കേണ്ട ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഓരോരോ കുഞ്ഞു കുഞ്ഞു ബോളിലാക്കിയിട്ട് കുറച്ച് സേമിയ കസ്റ്റാർഡും അതുപോലെ തന്നെ അതിൽ ഓരോ ഗുലാബ് ജാമുനും ഇട്ടിട്ട് സെർവ് ചെയ്യുക. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഓൾറെഡി എൻ്റെ അത് ഗുലാബ് ജാമുനും ഓൾറെഡി നല്ലപോലെ തണുത്തതാണ്. അതുപോലെ തന്നെ സേമിയ കസ്റ്റാർഡും നല്ലപോലെ തണുത്തത് കൊണ്ട് തന്നെ ഞാനിത് സെറ്റ് ചെയ്തിട്ട് എൻ്റെ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, ഡയറക്റ്റ് സെർവ് ചെയ്ത് കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങളത് ഗുലാബ് ജാമുന് തണുപ്പില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് തണുപ്പിക്കണം കേട്ടോ, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കുമ്പോൾ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിൾ റെസിപ്പി അല്ലേ. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പ്രത്യേകിച്ച് ചൂടുകാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ് കേട്ടോ, ഡെസേർട്ടായിട്ടൊക്കെ കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്